നമസ്കാരം. ഗൂഗിളിൽ വീണ്ടും കൂട്ട പിരിച്ചുവിടൽ. ക്ലൗഡ് വിഭാഗത്തിൽ നിന്ന് 100-ലേറെ പേർക്ക് ജോലി പോയിരിക്കുന്നു. സാങ്കേതിക ലോകത്തെ ഞെട്ടിച്ച് പ്രമുഖ ടെക് ഭീമനായ ഗൂഗിൾ വീണ്ടും കൂട്ടപ്പിരിച്ചുവിടൽ നടത്തിയിരിക്കുകയാണ്. ഇത്തവണ കമ്പനിയുടെ അതിവേഗം വളരുന്ന ക്ലൗഡ് വിഭാഗമാണ് കടുത്ത നടപടിക്ക് സാക്ഷ്യം വഹിച്ചത്. 100-ലേറെ ജീവനക്കാർക്കാണ് ഒറ്റയടിക്ക് ജോലി നഷ്ടപ്പെട്ടിരിക്കുന്നത്. AI-യിൽ കൂടുതലായി ശ്രദ്ധ പതിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി തന്നെയാണ് ഈ പിരിച്ചുവിടലെന്നും വാർത്തയിൽ പറയുന്നുണ്ട്. ജീവനക്കാരോട് AI-യിൽ കൂടുതലായി ശ്രദ്ധിക്കാൻ ഗൂഗിൾ ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് പിരിച്ചുവിടൽ വാർത്ത വന്നിരിക്കുന്നത്. എത്ര പേരെയാണ് ഇപ്പോൾ ഗൂഗിൾ ഒഴിവാക്കിയിരിക്കുന്നതെന്ന് കൃത്യമായ കണക്കും ലഭ്യമല്ല. ഗൂഗിളിൻ്റെ ഈ നീക്കം ശ്രദ്ധേയമാവുന്നത് അവരുടെ ക്ലൗഡ് വിഭാഗം റെക്കോർഡ് ലാഭത്തിൽ പ്രവർത്തിക്കുമ്പോഴാണ് എന്നതാണ്. കമ്പനിയുടെ ലാഭവിഹിതത്തിൽ ക്ലൗഡ് വിഭാഗം വലിയ സംഭാവനയും നൽകുന്നുണ്ട്. എന്നിരുന്നാലും ഭാവി വളർച്ചയ്ക്ക് AI ആണ് പ്രധാനമെന്ന് കരുതുന്ന ഗൂഗിൾ ആ മേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നതിൻ്റെ ഭാഗമായാണ് ഈ പുനഃസംഘടനാ നടപടികൾ തുടരുന്നതും. ഗൂഗിൾ ക്ലൗഡ് യൂണിറ്റിൻ്റെ ക്വാണ്ടിറ്റേറ്റീവ് യൂസർ എക്സ്പീരിയൻസ് റിസർച്ച് ടീമിലെയും പ്ലാറ്റ്ഫോം ആൻഡ് സർവീസ് എക്സ്പീരിയൻസ് ടീമിലെയും മറ്റു ചില അനുബന്ധ ടീമുകളിലെയും ജീവനക്കാരെയാണ് കമ്പനി പിരിച്ചുവിട്ടിരിക്കുന്നത്. ക്ലൗഡ് യൂണിറ്റിലെ ചില ഡിസൈൻ ടീമുകളിലെ ജോലിക്കാരുടെ എണ്ണം ഗൂഗിൾ പകുതിയാക്കി വെട്ടിക്കുറച്ചിട്ടുമുണ്ട്. ചില റോളുകൾ പൂർണ്ണമായും എടുത്തു കളഞ്ഞിട്ടുമുണ്ട്. ഇപ്പോഴത്തെ തൊഴിൽ നഷ്ടം നേരിട്ടവരിൽ മിക്കവരും അമേരിക്കൻ ആസ്ഥാനമായി ജോലി ചെയ്തവരുമാണ്. പുതിയ ജോലി കണ്ടെത്താൻ ചില ജീവനക്കാർ ഡിസംബർ ആദ്യം വരെ സമയം ഗൂഗിൾ നീട്ടി നൽകിയിട്ടുമുണ്ട്. എങ്കിലും സാങ്കേതിക മേഖലയിലെ ജോലിയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ആശങ്കകൾ വർദ്ധിപ്പിക്കുന്നതാണ് ഗൂഗിളിൽ നിന്നുള്ള ഈ വാർത്ത.